അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. കാവശ്ശേരി പൂരത്തിന്റെ പകൽ വെടിക്കെട്ട് കാണാൻ വിവിധ ജില്ലകളിൽ നിന്നുമുള്ളവർ ഒഴുകിയെത്തിയപ്പോൾ ഒറ്റപ്പാലം നഗരത്തിൽ കനത്ത ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം അനുഭവപ്പെട്ടു. വാഹനങ്ങളുടെ നീണ്ടനിര ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കാവശ്ശേരി പൂരത്തോടനുബന്ധിച്ചുള്ള പകൽ വെടിക്കെട്ട് കാണാൻ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയതോടെ ഒറ്റപ്പാലം നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഗതാഗത കുരുക്ക് ഉച്ചയ്ക്ക് 1:30 പിന്നിട്ടിട്ടും അയവില്ലാതെ തുടർന്നു. മലപ്പുറം, കണ്ണൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നുള്ള വെടിക്കെട്ട് പ്രേമികൾ കാറുകളിലും ട്രാവലറുകളിലുമായി ഒറ്റപ്പാലം വഴി എത്തിയതാണ് വലിയ തിരക്കിന് കാരണമായത്. മനുശ്ശേരി ഗോഡൌൺ പരിസരം മുതൽ 19 മൈൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. ഗതാഗതം നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് സേനയെ വിന്യസിക്കാത്തതിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. പോലീസിനോടൊപ്പം വ്യാപാരികളും വാഹനയാത്രക്കാരും നേരിട്ട് റോഡിലിറങ്ങിയാണ് കുരുക്കഴിക്കാൻ ശ്രമിച്ചത്. നഗരത്തിലെത്തിയവർക്ക് തിരികെ മടങ്ങാൻ ബസ്സുകൾ പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായി. രാവിലെ 10 മണിക്ക് സ്റ്റാൻഡിലെത്തിയ സ്വകാര്യ ബസ്സുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. സമയക്രമം തെറ്റിയതോടെ പല ബസ്സുകളും സർവീസ് പാതി വഴിയിൽ അവസാനിപ്പിച്ചു. സാധാരണ ഉണ്ടാകാറുള്ളതിനേക്കാൾ 10 മടങ്ങ് തിരക്കാണ് ഇത്തവണ ഒറ്റപ്പാലത്ത് അനുഭവപ്പെട്ടത്. ബസ് ജീവനക്കാരത് ഇന്നത്തെ ദിവസം മാത്രമല്ല, കഴിഞ്ഞ 10 ദിവസമായിട്ട് നമുക്കിത് ബാധിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ബാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ പരിപാടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഒറ്റപ്പാലം സ്റ്റാൻഡിലാണ് ബസ് കയറി. ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഓരോ ബസ്സും ഓരോ മണിക്കൂർ വൈകിട്ടാണ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുള്ളത്. ഒരു വണ്ടിക്കും ട്രിപ്പ് എടുക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാം ഇവിടെ സൈഡിൽ കിടക്കുന്നതാണ്. ഞങ്ങൾ ആരോട് പോയി പറഞ്ഞു, എണ്ണ ചെലവ് കൂടുതലാണ്. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എണ്ണ ചെലവ് കൂടുതലാണ്. ബ്ലോക്ക് വിട്ട് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി സ്റ്റാൻഡിലെത്തുമ്പോൾ തന്നെ നമ്മൾ ഓടേണ്ടതിനൊക്കെ കൂടുതൽ എണ്ണ ചെലവ് കൂടുതൽ, മെയിൻ്റെനൻസ് കൂടുതൽ, ക്ലച്ച് കരിഞ്ഞിട്ടും ലൈനർ പോയിട്ട് അങ്ങനെയുള്ള ചെലവുകൾ. ഇവിടെ ഇപ്പോൾ ആരോട് പറയാൻ ആരും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ല. എന്നാൽ വണ്ടി എവിടെയെങ്കിലും ഒന്നും റോങ് ആയിട്ട് പാർക്ക് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു വഴിയിലിട്ട് കഴിഞ്ഞാൽ പോലും അതിന് ഫൈൻ ഇടാനും അതിന് ഇതാക്കാനും ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും വന്ന് ശല്യം ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഇത് കാവശ്ശേരി പൂരത്തിന്റെ ബ്ലോക്കാന്നായി പറയുന്നത്. കാവശ്ശേരി അവിടെ കിടക്കണം, ഒറ്റപ്പാലം അവിടെ കിടക്കണം. കാവശ്ശേരി പൂരത്തിന്റെ ബ്ലോക്ക് ഒറ്റപ്പാലം. അത് നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനം ഇവിടെ ചെയ്തിട്ടില്ല. എല്ലാ വർഷവും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത് നിയന്ത്രിക്കാനുള്ള സംവിധാനം വേണ്ടേ, അത് ഇന്നുവരെ നടന്നിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. എത്ര ബസ്സുകളുണ്ടോ അത്രയും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങി കിടക്കുക. ഈ കിടക്കുന്ന ബസ്സുകളൊക്കെ ട്രിപ്പ് മുടങ്ങി കിടക്കുന്ന. ഏത് വണ്ടിക്കാണോ സ്റ്റാൻഡിൽ 1 മണിക്കൂർ ടൈമുള്ള ആ ബസ് മാത്രമാണ് ഇവിടെ ട്രിപ്പ് എടുത്ത് പോയിട്ടുള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റുള്ള വണ്ടികൾ മാത്രമേ ട്രിപ്പ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 10 മിനിറ്റിലും അരമണിക്കൂറിലും പോകുന്ന വണ്ടികൾക്ക് ഒന്നും ട്രിപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. ലോങ് പോകുന്ന ബസ്സുകളുണ്ട്, ലോക്കൽ ബസ്സുകളുണ്ട് ഇവിടുന്ന്. ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 1 മണിക്കൂർ റണ്ണിങ്, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. 2 ചാല് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പിന്നെയുള്ള ബസ്സാണ് മറ്റേ ഇപ്പോൾ വന്ന ആളില്ലേ അയാളുടെ ബസ്, അയാൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് പോകേണ്ട 7 ബസ് പോയിട്ടില്ല. 7 ബസ്സിനും പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒരു ബസ് പോകുന്നത്. 10 മണിക്ക് ശേഷം പോകുന്ന ബസ്സാണ് 2 മണിക്ക്. ആരോട് പറയാൻ? ന്യൂസ് ഡെസ്ക് CCV.